ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബറിന് പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവർ അവരുടെ മെയിലെല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ അവർക്ക് ഇത്തരത്തിൽ ആഡ്സെൻസിൽ നിന്നും ആഡ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർ അവരുടെ ആഡ്സെൻസിലെല്ലാം ലോഗിൻ ചെയ്തു. അതിനുശേഷം അവർക്ക് ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് എല്ലാം വന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണക്ട് യുവർ സൈറ്റ് ടു ആഡ്സെൻസ് എന്നെല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ആഡ്സെൻസിൽ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളുടെ ആഡ്സെൻസ് ഓൾറെഡി നിങ്ങളുടെ ചാനലുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം ഏൺ എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അഡീഷണലായി എന്തെങ്കിലും നിങ്ങളുടെ ആഡ്സെൻസിൽ ചെയ്യേണ്ടതായെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കാണിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ അഡീഷണലായി എന്തെങ്കിലും ആഡ്സെൻസിൽ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അഡീഷണലായി എന്തെങ്കിലും നിങ്ങളുടെ ചാനലിൽ നിന്ന് വരുമാനമെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് ഞാൻ എല്ലാവരോടും ഇത്തരത്തിൽ YT സ്റ്റുഡിയോ ഏൺ പേജ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണമെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു മെയിൽ ഇത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ആഡ്സെൻസിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പല സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ഇൻ്റർഫേസ് എല്ലാം വരാം. അതായത് ചിലപ്പോൾ ഇത്തരത്തിൽ ആഡ്സെൻസിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിൽ ചേഞ്ചസ് എല്ലാം വരാം. അങ്ങനെ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇവർക്ക് കണക്ട് യുവർ സൈറ്റ് ടു ആഡ്സെൻസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സൈറ്റ് എല്ലാം ഇവിടെ ആഡ്സെൻസിൽ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ എല്ലാം വരാം, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് എല്ലാമാണോ നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അഡീഷണലായി വെബ്സൈറ്റിൽ നിന്നുള്ള വരുമാനമെല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ മാത്രമെല്ലാമാണ് ഉള്ളത് എങ്കിൽ ഇവിടെ നിങ്ങൾ അഡീഷണലായി ഇതുപോലെ സൈറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ സൈറ്റ് ഇൻഫർമേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെ നമുക്ക് ഇത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ അഡീഷണലായി നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആഡ്സെൻസിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നു അല്ലെങ്കിൽ മെയിൽ എല്ലാം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ എല്ലാം കാണിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ആഡ്സെൻസിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കൂടി വിലയിരുത്തുക. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നമ്മൾ അഡീഷണലായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെബ്സൈറ്റ് എല്ലാം ഉള്ളവർ, അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനമല്ലാതെ വെബ്സൈറ്റ് എല്ലാം കൊടുത്ത് അതിൽ നിന്നുള്ള വരുമാനമെല്ലാം ഉള്ളവർക്കാണ് ഇത്തരത്തിൽ ആഡ്സെൻസിൽ ഈ വെബ്സൈറ്റ് ലിങ്ക് എല്ലാം കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്